പി.സി. ചാക്കോ എൻ.സി.പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് കൈമാറി. പി.സി. ചാക്കോ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ഭൂരിപക്ഷം സംസ്ഥാന സമിതി അംഗങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് ചാക്കോ തുടരും. വിവരങ്ങളുമായി വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, വലിയ തോതിലുള്ള എതിർപ്പ് സംസ്ഥാന ഘടകത്തിനകത്ത് വർദ്ധിച്ചു വരുന്നു, അല്ലെങ്കിൽ ഉണ്ട് എന്ന തിരിച്ചറിവാണോ പി.സി. ചാക്കോയെ അപ്രതീക്ഷിതമായി രാജിവെക്കാൻ? അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട പല നേതാക്കളും ഇത് അറിഞ്ഞില്ല എന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്രതീക്ഷിതമായി രാജിയിലേക്ക് ചാക്കോയെ നയിച്ചത് പാർട്ടിക്കുള്ളിലെ ശക്തമായ എതിർപ്പാണോ? തീർച്ചയായും ശരത്ത്, അങ്ങനെ തന്നെയാണ്. പാർട്ടിക്കുള്ളിലെ പിന്തുണ പൂർണ്ണമായും ഇല്ലാതാകുന്നുവെന്ന് മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിലാണ് പി.സി. ചാക്കോ എൻ.സി.പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം എടുത്തത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ശരത് പവാറിനെ ഇക്കാര്യം പി.സി. ചാക്കോ അറിയിക്കുകയായിരുന്നു. നിലവിൽ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് പി.സി. ചാക്കോ. ഈ സ്ഥാനത്ത് നിന്ന് നിലവിൽ തുടരും. എന്തൊക്കെയാണ് ഇനി ഭാവി രാഷ്ട്രീയ പരിപാടികൾ ആലോചിക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല പി.സി. ചാക്കോയിൽ നിന്ന്. എന്തായാലും മന്ത്രി എ.കെ. ശശീന്ദ്രനും അതുപോലെ തന്നെ തോമസ് കെ തോമസും നിലവിൽ നിയമസഭയിലാണുള്ളത്. അല്പസമയത്തിനകം 2:30 വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായി എ.കെ. ശശീന്ദ്രൻ വനംവകുപ്പ് ഓഫീസിൽ എത്തുന്നുണ്ട്. ആ സമയത്ത് പ്രതികരിക്കാം എന്നാണ് നിലവിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പാർട്ടിക്കകത്തെ വലിയ തരത്തിലുള്ള അസ്വാരസ്യമൊക്കെ പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ തർക്കവും അതുപോലെ തന്നെ അത് കയ്യാങ്കളിയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. മറ്റ് ജില്ലകളിലും ഇത്തരത്തിൽ ഒരു പി.സി. ചാക്കോവിനെതിരായ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഈ ഓരോ ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം വിജിൻ, ഒരു വളരെ ശ്രദ്ധേയമായ കാര്യം, ഇതിൽ രണ്ട് പക്ഷത്തു നിന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രനും തോമസ് കെ തോമസും ഇപ്പോൾ ഒന്നായോ? ഇതിനിടയിൽ പി.സി. ചാക്കോയ്ക്ക് തുടരാൻ കഴിയാത്ത വിധം ചാക്കോയ്ക്ക് മേൽ എതിർപ്പ് ഉയരുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന നേതൃനിരയിലെ എൻ.സി.പി നേതാവ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, നാളെ തൃശ്ശൂരിൽ ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനൊക്കെയുള്ള ചില ആലോചനകളും കൂടിച്ചേരാനും ഒക്കെ ഇരുന്നതാണ്. അതിനിടയിലാണ് ചാക്കോയുടെ ഈ രാജി, അപ്രതീക്ഷിത രാജി എന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല, മുമ്പ് വിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ എൻ.സി.പിയുടെ മുഖ്യപ്രവർത്തകർക്കിടയിൽ വളരെ സുപ്രധാനമായ നേതൃയോഗങ്ങൾ വിളിക്കണം എന്ന നിലയിൽ പലയിടങ്ങളിലും ഒപ്പുശേഖരണം നടന്നു എന്ന് പറയപ്പെടുന്നു. ആ ഒപ്പുശേഖരണം നടന്നതൊക്കെ ചാക്കോ അദ്ദേഹത്തിന് വലിയ ക്ഷീണമായി എന്ന് മാനസികമായി ധരിച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ തന്നെ അദ്ദേഹം പങ്കുവച്ചതായും പറയപ്പെടുന്നു. ഇതിൻ്റെ എല്ലാം തുടർച്ചയിൽ തന്നെ അവരെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട്, അവരൊക്കെ പ്രതീക്ഷിക്കാത്ത വിധത്തിലേക്ക് രാജിവെച്ച് ചാക്കോ ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. തീർച്ചയായും ശരത്ത്, അങ്ങനെ തന്നെയാണ്. അതായത് മന്ത്രി മാറ്റം ഉൾപ്പെടെയുള്ള ചർച്ചകളൊക്കെ എൻ.സി.പിയിൽ നടക്കുകയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തതാണ്. അതിനിടയിലാണ് ഒരു ഫോർമുല എന്ന നിലയിൽ ഈ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക്, ഒരു ഐക്യത്തിലേക്ക് ഈ ശശീന്ദ്രൻ വിഭാഗവും ഒപ്പം തന്നെ തോമസ് കെ തോമസ് വിഭാഗവും എത്തുന്നത്. മന്ത്രിസ്ഥാനത്ത് എ.കെ. ശശീന്ദ്രൻ തന്നെ തുടരുകയും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസ് വരട്ടെ എന്നൊരു അഭിപ്രായ സമന്വയം അവർക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു നീക്കം പി.സി. ചാക്കോവിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. എന്തായാലും പി.സി. ചാക്കോവിനെ മാറ്റാനുള്ള നടപടികളിലേക്കൊക്കെ ആ പാർട്ടിയിലെ അംഗങ്ങൾ തന്നെ കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ഈ ഒപ്പുശേഖരണത്തിലൂടെ ഒക്കെ ഉണ്ടായിരുന്നത്. പി.സി. ചാക്കോവിനെ മാറ്റി തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു പൊതുവികാരത്തിലേക്ക് ഈ എൻ.സി.പിയിലെ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും നേതാക്കളും ഒക്കെ എത്തുന്നുണ്ടായിരുന്നു. കുറച്ച് പി.സി. ചാക്കോവുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിൽ എതിർപ്പുണ്ടായിരുന്നത്. എന്തായാലും തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതിനോട് ശരത് പവാറിനും എതിർപ്പില്ല എന്നുള്ള ഒരു അഭിപ്രായം ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു വിവരങ്ങളാണ് നിലവിൽ എൻ.സി.പിയിൽ നിന്ന് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റായി പി.സി. ചാക്കോ തുടരുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നിലപാട്? വിജിൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചാക്കോയുമായി ബന്ധപ്പെട്ടതാണ്. എൻ.സി.പി എന്ന പാർട്ടിയിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി ചാക്കോ തുടരുമോ, അതോ വിജിൻ സൂചിപ്പിച്ചതുപോലെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് മാറുമോ എന്നുള്ളതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട. ചാക്കോയുടെ അടുത്ത നീക്കം എന്ത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കൗതുകം അതിൽ അടങ്ങിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ എൻ.സി.പിക്കകത്ത് ഭിന്നധ്രുവങ്ങളിൽ നിന്ന് മന്ത്രിയും തോമസ് കെ തോമസ് എം.എൽ.എയും ഏതാണ്ട് ഒന്നിക്കുകയും അവിടേക്ക് തോമസ് കെ തോമസിനെ പ്രസിഡന്റാക്കി കൊണ്ടുവരാൻ ഒരു ഏകാഭിപ്രായം വളരെ ശക്തമായി രൂപപ്പെടുകയും ചെയ്ത ഘട്ടത്തിൽ അങ്ങനെ തിരസ്കൃതനായി പടിയിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടുകൂടിയാണ് പി.സി. ചാക്കോ ഇങ്ങനെ രാജി സമർപ്പിച്ച് ഒരു നിലപാട് മുൻപേറായി എടുത്തത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സാഹചര്യം.